ഈ 10th കണ്ടതിന് ശേഷം ഒരു ഫൈനൽ. അപ്പോൾ ഈ അനൗൺസ്മെൻറ്റൊക്കെ മിക്കവാറും ആദ്യം ഇദ്ദേഹമായിട്ട് കൺഫേം ചെയ്തിട്ട് അദ്ദേഹം എഗ്രി, ഞാൻ എഗ്രി ചെയ്യണം, അദ്ദേഹം എഗ്രി ചെയ്യണം. ആ ഒരു ചുറ്റുപാടിൽ ആയിരിക്കും ഒരു അനൗൺസ്മെൻറ്റ് വരിക, ഒരു ഒഫീഷ്യൽ. ഇത് ഒഫീഷ്യൽ അല്ല കേട്ടോ. ഞാനിപ്പോൾ അവരെൻ്റെ അടുത്തേക്ക് വന്നു, അവർ ഒരുപാട് കാര്യം ഞാൻ അവരായിട്ടൊരു വീഡിയോ കോൺഫറൻസിലുണ്ടായിരുന്നു. അതൊക്കെ ചെയ്തിട്ടുണ്ട് അവർ മെയിൻ ലീഡേഴ്സൊക്കെ ആയിട്ട്. അല്ല, NDAയിൽ സഖ്യകക്ഷി അല്ലായിരുന്നു ഞാൻ എൻ്റെ സ്വന്തം പാർട്ടിയായിരുന്നു. പിന്നെ 2021 എൻ്റെ കേരള പീപ്പിൾസ് പാർട്ടി ഇതിലേക്ക് പിന്നെ NDAയിലേക്ക് BJPയിലേക്ക് ലയിക്കുന്നത് 2021. അതുകൊണ്ടാണല്ലോ ഞാൻ മാറിയത്. ഞാനൊരു സ്വന്തം പാർട്ടി ഉണ്ടാക്കാൻ കാരണം എന്താണെന്നറിയോ? ഞാൻ പിന്നെ കോൺഗ്രസ്സിൽ KSUവിൽ വളരെ സജീവമായി പ്രവർത്തിച്ച ഒരാൾ, വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ. അന്ന് ഞങ്ങൾക്കൊക്കെ ഒരു ആശയമുണ്ടായിരുന്നു, ഒരു ഐഡിയോളജി ഉണ്ടായിരുന്നു, പ്രോഗ്രാം ഉണ്ടായിരുന്നു, പ്രതീക്ഷകളുണ്ടായിരുന്നു. അത് ഞാൻ ഗ്രാജുവേഷനൊക്കെ കഴിഞ്ഞതോടുകൂടി നമ്മുടെ വഴിക്ക് പോയി. മനസ്സിലായി. ഇത് ഇനിയിപ്പോൾ അന്നത്തെ വലിയ വലിയ ലീഡേഴ്സ്, കോൺഗ്രസിൻ്റെ ലീഡേഴ്സൊക്കെ ആയിട്ട് അവർ ഇനി കാര്യങ്ങളൊക്കെ നടത്തിക്കോളും എന്നുള്ളൊരു വിശ്വാസം ഞങ്ങളിലുണ്ടായിരുന്നു. പക്ഷേ കാലപ്രവാഹത്തിൽ ഞങ്ങൾ കാണുന്നത് ആ ലീഡേഴ്സൊക്കെ ഈ ഒഴുക്കിനെതിരെ നീന്താതെ ഒഴുക്കിലൂടെ ഒഴുകി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാം.